Hi students, welcome back to Prism Entrance. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർഡ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കെല്ലാം എന്ത് ചെയ്യാം, ഈ മാർക്കെല്ലാം സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒന്ന് വേണ്ട പോലെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി നമ്മൾ സ്കോർ ചെയ്യാം. പെട്ടെന്ന് നമ്മൾ ചാപ്റ്ററിലേക്ക് എടുക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നമുക്കൊന്ന് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് മോഷൻ എ സ്ട്രെയിറ്റ് ലൈൻ പഠിക്കുന്നത് ആദ്യമായിട്ട് എന്താണ് മെക്കാനിക്സ് എന്ന് അറിയണം. വാട്ട് ഈസ് മെക്കാനിക്സ്? ആക്ച്വലി മെക്കാനിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് മോഷൻ. അപ്പോൾ മോഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ചാണ് മെക്കാനിക്സ്. ഈ മെക്കാനിക്സ് നമുക്ക് 3 ബ്രാഞ്ച് കാണാൻ പറ്റും. ഒന്ന് സ്റ്റാറ്റിക്സ് ആണ്. സ്റ്റാറ്റിക്സ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് റെസ്റ്റ് ഓർ ഇക്വിലിബ്രിയം, while kinematics deals with the study of motion without considering the cause of motion. എന്ത് കാരണം കൊണ്ടാണ് ഈ ബോഡി മൂവ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാതെ മോഷനെ കുറിച്ച് മാത്രം ഡീൽ ചെയ്യുകയാണെങ്കിൽ അതാണെന്ത് കൈനമാറ്റിക്സ്. ഡൈനാമിക്സ് ആണെങ്കിലോ ഡിസ്ക്രൈബിങ് ദി മോഷൻ ആൻഡ് കോസ്, എന്ത് കാരണം കൊണ്ടാണ് ആ ബോഡി മൂവ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് സ്റ്റഡി ചെയ്യുന്നതാണ് ഡൈനാമിക്സ്. ഓക്കെ, ഇതിൽ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയുള്ളത്. ഫസ്റ്റ് നോക്കിയേ, ഇതിൽ റെസ്റ്റ് അതേപോലെ മോഷൻ. വാട്ട് ഈസ് മീൻ ബൈ റെസ്റ്റ്? റെസ്റ്റ് പൊസിഷൻ ഓഫ് എൻ ഒബ്ജക്ട് ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ടൈമിനനുസരിച്ചുകൊണ്ട് ഒരു പൊസിഷൻ, ഒരു ബോഡിയെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അത് റെസ്റ്റാന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ റൂമിലിരിക്കുകയാണെങ്കിൽ നമ്മുടെ ടൈമിനനുസരിച്ച് നമ്മുടെ പൊസിഷൻ മാറുന്നില്ലെങ്കിൽ അതെന്തിലാണ്? റെസ്റ്റിലാണ്. അതേ സമയത്ത് മോഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച്, പൊസിഷൻ ഓഫ് ദി ബോഡി ചേഞ്ചസ് വിത്ത് ദ ടൈം. ടൈമിനനുസരിച്ച് കൊണ്ട് പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് വിളിക്കാം? മോഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഡിസ്റ്റൻസ് ഓർ പാത്ത് ലെങ്ത്. അപ്പോൾ എന്താണ് ഡിസ്റ്റൻസ് അറിയേണ്ടത്? ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദി പാത്ത് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന പാത്തിൻ്റെ ലെങ്ത്താണ് പാത്ത് ലെങ്ത് ഓർ ഡിസ്റ്റൻസ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് യഥാർത്ഥമായിട്ട് പോകുന്ന റോഡ് ഏതാണോ ആ റോഡിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ അതാണ്, അതായത് യഥാർത്ഥ വഴിയുടെ നീളമാണ്. നിങ്ങൾ ഒരു കാറിൽ കയറി കാറിൻ്റെ ഓഡോമീറ്റർ നോക്കുക, അതിൽ റീഡിങ് നോക്കുക. ആ റീഡിങ് നോക്കുന്ന സമയത്ത് അതിൽ കറക്റ്റ് കാണിക്കുക എന്താണ്? നമ്മൾ ട്രാവൽ ചെയ്ത ആ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അതാണ് ഡിസ്റ്റൻസ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓർ ഇറ്റ് ഈസ് സ്ട്രെയിറ്റ് ലൈൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദി ഒബ്ജക്റ്റ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇനീഷ്യൽ പൊസിഷൻ നോക്കി, ഒരു ബോഡി എന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാത്തിലൂടെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇത് ഡിസ്റ്റൻസ് ആണ്. അതേസമയത്ത് ഡയറക്റ്റായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്താ പ്രത്യേകത? ഡിസ്റ്റൻസ് ആവുന്ന സമയത്ത് ഓരോ സമയത്തും പൊസിഷൻ ഡയറക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു ഫിക്സഡ് ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഇത് സ്കെലാർ ക്വാണ്ടിറ്റിയാണ് ഡിസ്റ്റൻസ്. സ്കെലാർ ക്വാണ്ടിറ്റി മീൻസ് ക്വാണ്ടിറ്റി ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, ദർ ഈസ് നോ ഡെഫിനിറ്റ് ഡയറക്ഷൻ. അതിന് വ്യക്തമായ ഡയറക്ഷൻ നമുക്ക് പറയാൻ കഴിയില്ല. എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രം പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ പറയുകയാണെങ്കിൽ അത് പറയുന്ന സമയത്ത് നമ്മൾ ഒരു മാഗ്നിറ്റ്യൂഡ് 5 കിലോമീറ്റർ 2 കിലോമീറ്റർ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഒരു സ്പെസിഫൈഡ് ഡയറക്ഷൻ പറയാൻ പറ്റില്ല. അതേ സമയത്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ നോക്കിയേ, എ എന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ടൊരു ഡയറക്ഷൻ ഉണ്ട്. എ ടു ബി ഏത് പോയിന്റ് എടുക്കുകയാണെങ്കിലും എ എന്ന് ബിയിലേക്ക് സെയിം ഡയറക്ഷനാണ്. ഒരു ഡെഫിനറ്റ് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പം ഇനി ഇതിനുള്ള എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. വീണ്ടും നമുക്ക് നോക്കാം. ഒരു ബോഡി, let a body and B represents the position of a cycle at a different instant. Cycle moves from A to C. A എന്ന് സിയിലേക്കാണ് സൈക്കിൾ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാത്തിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി സൈക്കിൾ ഈസ് AC. അപ്പോൾ നോക്കിയേ, ഇവിടുന്ന് എ എന്ന് സിയിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ ഒരു പാത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ, അതായത് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? 4 + 3 = 7 മീറ്റർ വരുന്നു ഡിസ്റ്റൻസ്. അതേസമയത്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ ഇവിടെ നിന്നുള്ള ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. ഈ ഷോർട്ട് ഡിസ്റ്റൻസ് എത്രയാണ്? 5. അപ്പോൾ 5 മീറ്ററാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതേസമയത്ത് ഡിസ്റ്റൻസ് ആണെങ്കിലോ നോക്കി, ഈ പാത്തിൻ്റെ ലെങ്ത്താണ് ഡിസ്റ്റൻസ്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഡിസ്റ്റൻസ് എല്ലാ സമയത്തും പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിൽ പോകുന്ന സമയത്ത് 7 മീറ്റർ ആണെങ്കിൽ ഇനി ഒരാൾ ഇതിലെ നേരെ പോവുകയാണെങ്കിൽ 5 മീറ്ററാണ്. ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ മറ്റൊരു ഡിസ്റ്റൻസാണ് കിട്ടുന്നത്. അതേസമയത്ത് ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിലോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ പാത്ത്. ഏത് പാത്തിലൂടെ പോകുകയാണെങ്കിലും ശരി. നോക്കിയേ, ഈ എന്ന് ബിയിലൂടെ സിയിലേക്ക് പോയാലും ഡയറക്റ്റ് സിയിലൂടെ പോയാലും അതുപോലെ ഇയിലൂടെ സിയിലേക്ക് പോയാലും എല്ലാ സമയത്തും എന്ത് തന്നെയാണ്? ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ്. ഡിസ്റ്റൻസ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഡിസ്റ്റൻസ് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓൺ പാത്ത്. ഇനി നമുക്ക് അറിയേണ്ടത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും എന്താ നമ്മൾ പഠിച്ചു.
ഇനി സ്പീഡാണ് അറിയേണ്ടത്. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ 1 സെക്കൻഡ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വെഹിക്കിളിലൊക്കെ സ്പീഡോമീറ്ററിൽ സ്പീഡ് കാണിക്കുന്നുണ്ടല്ലോ. എന്താ 60 സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? നമ്മുടെ കാറിൽ 60 km/h എന്ന് പറഞ്ഞാൽ അതേ സ്പീഡ് കാർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 60 km ട്രാവൽ ചെയ്യും. അതാണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? ദാറ്റ് ഈസ് കോൾഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി ഒബ്ജക്റ്റ് ഇൻ 1 സെക്കൻഡ് ഈസ് കോൾഡ് സ്പീഡ്. സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കാം? സ്പീഡ് ഈസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതും ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. അതായത് ഇതിന് സ്പെസിഫൈഡ് ഡയറക്ഷൻ ഇല്ല. സ്പീഡ് നമ്മൾ ഡയറക്ഷൻ പറയാൻ പറ്റുമോ? ഇല്ല, സ്പെസിഫൈഡ് ഡയറക്ഷൻ ഇല്ല. നമുക്കിവിടെ എന്ത് മാത്രമേ പറയാൻ പറ്റുള്ളൂ? മാഗ്നിറ്റ്യൂഡ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഇതും ഒരു സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. പിന്നെ ഡയമെൻഷൻ, നമ്മൾ പഠിച്ചു ഡയമെൻഷൻ. ഇവിടെ ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ആണ് പാത്ത് ലെങ്ത്തിന് ഡയമെൻഷൻ. അപ്പോൾ ലെങ്ത്തിന് ഡയമെൻഷൻ എന്താ? L ആണ്. ടൈമിൻ്റെ ഡയമെൻഷനോ T ആണ്. അപ്പോൾ സ്പീഡിൻ്റെ ഡയമെൻഷൻ എഴുതുകയാണെങ്കിൽ ഡയമെൻഷൻ ഓഫ് സ്പീഡ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം പാത്ത് ലെങ്ത്തിൻ്റെത് L ബൈ ടൈമിൻ്റെത് T. ഈ T മേലേക്ക് എടുത്താൽ നമുക്ക് എന്ത് എഴുതാം? LT⁻⁻1. എവിടുന്ന് കിട്ടിയതാണ്? 1/x ഈസ് ഈക്വൽ ടു x⁻⁻1 പഠിച്ചില്ലേ? അങ്ങനെയാണ് 1/t ഈസ് ഈക്വൽ ടു t⁻⁻1. അപ്പോൾ നമുക്ക് ഡയമെൻഷൻ കിട്ടി LT⁻⁻1. ഇനി ഇതിൻ്റെ യൂണിറ്റ് നോക്കിയേ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇപ്പം നമ്മുടെ വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ ആ വെഹിക്കിളിൽ സ്പീഡോമീറ്ററിൽ കാണിക്കുന്ന റീഡിങ് ഒരിക്കലും മീറ്റർ പെർ സെക്കൻഡ് അല്ല. അവിടെ കാണിക്കുന്ന റീഡിങ് km/h ആണ്. അപ്പോൾ km/h മീറ്റർ പെർ സെക്കൻഡ് തമ്മിൽ വല്ല റിലേഷൻ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നോക്കിയേ, km/h എന്ന് പറഞ്ഞാൽ 1 km/h എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ. 1 അവർ എന്ന് പറഞ്ഞാൽ 60 × 60 സെക്കൻഡ് ആണ്. അപ്പോൾ ഇത് കട്ട് ചെയ്താൽ 0 കട്ട് ചെയ്തു, 0 കട്ട് ചെയ്തു. പിന്നെ കട്ട് ചെയ്താൽ 5 5 2 ഇവിടെ 3. അപ്പോൾ എത്ര കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 1 ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ്. 1 km/h ഈസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ നമുക്ക് കിലോമീറ്റർ തരുന്ന റീഡിംഗ് ആണെങ്കിൽ km/h റീഡിംഗ് തരുന്നെങ്കിൽ അത് നമുക്ക് മാറ്റാൻ മീറ്റർ പെർ സെക്കൻഡിൽ മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ. ഇനി ഇപ്പോൾ നമ്മൾ സ്പീഡാണ് പഠിച്ചത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇനി അതേപോലെ നമുക്ക് വെലോസിറ്റി പറയാം. വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വെലോസിറ്റി. വെലോസിറ്റി ഈസ് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് കറക്റ്റായ ഡയറക്ഷൻ ഉണ്ടായിരുന്നല്ലോ. ഒരു ബോഡി എന്ന് ബിയിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്താലും ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷൻ കറക്റ്റ് ആയിരുന്നു. ഒരു പോയിന്റ് കറക്റ്റ് ഒരു ഡയറക്ഷൻ ഉണ്ടെങ്കിൽ ഇത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെങ്കിൽ വെലോസിറ്റിയും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇതിൻ്റെ യൂണിറ്റ് എന്ത് തന്നെയാണ്? നമുക്കറിയാം ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റും ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ. അങ്ങനെയാണെങ്കിൽ സ്പീഡിൻ്റെ യൂണിറ്റും വെലോസിറ്റി യൂണിറ്റും എന്ത് തന്നെയാണ്? മീറ്റർ പെർ സെക്കൻഡ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ km/h എന്നാണ് കൊമേഴ്ഷ്യൽ യൂണിറ്റ് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്താലും ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 1 km/h ഈസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? ഇത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പാത്ത് ലെങ്ത് അല്ലേ? ഷോർട്ടസ്റ്റ് പാത്ത് ലെങ്ത് ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതാ ഡയമെൻഷൻ എന്ത് തന്നെ അറിയാം? LT⁻⁻1. അപ്പോൾ ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും യൂണിറ്റും ഡയമെൻഷനും എന്താണ്? സെയിം ആണ്. പിന്നെ എന്താ ഡിഫറൻസ്? ഡിസ്റ്റൻസ് പിന്നെ വെലോസിറ്റിയും സ്പീഡും ആണെങ്കിൽ രണ്ടിൻ്റെ യൂണിറ്റും ഡയമെൻഷനും സെയിം ആണ്. എന്താ ഡിഫറൻസ്? എന്താ? വെലോസിറ്റി വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, സ്പീഡ് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ. ഇപ്പോൾ സ്പീഡ് പറയുന്ന സമയത്ത് നമുക്ക് വ്യത്യസ്തമായ, അതായത് നമ്മുടെ കാറിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ബസ്സിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ ബസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് സ്ലോലി ഇങ്ങനെ മൂവ് ചെയ്ത് സ്പീഡ് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അവൾ കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്ത് നമ്മൾ ആ സ്പീഡോമീറ്ററിൽ റീഡിങ് നോക്കിക്കഴിഞ്ഞാൽ ആ റീഡിങ് ഇങ്ങനെ മാറുന്നുണ്ട്. അത് നമുക്ക് നോൺ യൂണിഫോം സ്പീഡ് എന്ന് വിളിക്കാം. ഇനി യൂണിഫോം സ്പീഡ് എന്താണ്? ഒബ്ജക്റ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അതാണ് എന്ത് വിളിച്ചത്? യൂണിഫോം സ്പീഡ്. അപ്പോൾ യൂണിഫോം വെലോസിറ്റി ആണെങ്കിലോ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. എക്സാമ്പിൾ ശ്രദ്ധിച്ച്, ഇവിടെ പൊസിഷൻ നമ്മൾ എക്സ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം, ടൈം ടി കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കി, ആദ്യമായിട്ട് 0 ആയിരുന്നു. 1 സെക്കൻഡ് ആയപ്പം ഇതിൻ്റെ പൊസിഷൻ 2-ലെത്തി. 2 സെക്കൻഡ് ആയപ്പം പൊസിഷൻ 4-ലെത്തി. 3 സെക്കൻഡ് ആയപ്പം പൊസിഷൻ 6-ലെത്തി. 4 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 8-ലെത്തി. 5 സെക്കൻഡ് ആയപ്പോൾ പൊസിഷൻ 10-ലെത്തി. ഇവിടെ നിങ്ങൾ നോക്ക്, ഓരോ സമയത്തും ഡിസ്റ്റൻസ് ടൈം 0 മുതൽ 1 0 to 1 ആകുമ്പോൾ 1 സെക്കൻഡാണ്. ഈ ഒരു സെക്കൻഡോ ട്രാവൽ ഡിസ്റ്റൻസോ 0 to 2 മീറ്റർ. ഇനി 1 to 2 എടുക്കുകയാണെങ്കിൽ 1 സെക്കൻഡാണ്. ആ 1 സെക്കൻഡോ ട്രാവൽ 2 to 4 അതും 2 മീറ്ററാണ്.
2 to 3 1 മീറ്റർ 1 സെക്കൻഡ് ആണ്, 4 to 6 2 മീറ്റർ ആണ്. അപ്പോൾ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. നോക്കിയേ, എല്ലാ സമയവും ഡിസ്പ്ലേസ്മെൻറ്റ് 2 ഈച്ച് ആണ്, അതേ സമയത്ത് ഡിസ്പ്ലേസ്മെൻറ്റ് 2 ആണ്, ഇൻ്റർവെല്ലോ 1 സെക്കൻഡ്. അപ്പോൾ ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണെങ്കിൽ അതാണ് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ അതിൽ യൂണിഫോം വെലോസിറ്റിയിൽ വെലോസിറ്റി ഓഫ് ദി ബോഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. കാരണം എന്താ, എല്ലാ സെക്കൻഡിലും ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്, സെയിം ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണല്ലോ വെലോസിറ്റി. അപ്പോൾ ഇൻ എ യൂണിഫോം വെലോസിറ്റി ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് റിമെയിൻസ് സെയിം. ഓക്കെ, ഇനി നമ്മുടെ സ്പീഡോമീറ്റർ, അതായത് നമ്മുടെ വെഹിക്കിളിലുള്ള സ്പീഡോമീറ്റർ നോക്കുകയാണെങ്കിൽ ആ സ്പീഡോമീറ്റർ കാണിക്കുന്ന റീഡിംഗ് ഒരിക്കലും ആവറേജ് സ്പീഡല്ല, യൂണിഫോം സ്പീഡല്ല. അതിൽ അതാത് സമയത്ത് ആ ബോഡിക്കുള്ള സ്പീഡ് എന്താണോ, അതായത് പെട്ടെന്ന് സ്പീഡ് കൂട്ടുമ്പോൾ സ്പീഡോമീറ്റർ റീഡിംഗ് മാറുന്നുണ്ട്, സ്പീഡ് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു, സ്പീഡോമീറ്റർ റീഡിംഗ്. അതായത് ആ ഒരു ഇൻസ്റ്റൻറ്റിൽ ആ ടൈമിൽ ഉണ്ടാവുന്ന സ്പീഡാണെന്ത്, ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ്. അതേപോലെ ആ ഇൻസ്റ്റൻ്റ് ആവുന്ന വെലോസിറ്റിയാണ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. നിങ്ങൾ ശ്രദ്ധിച്ച്, ഒരു ബോഡി ഇവിടെ നിന്ന് ഫാൾ ചെയ്യുകയാണ്, ഇവിടെ നിന്ന് താഴേക്ക് ഫാൾ ചെയ്യുകയാണെങ്കിൽ ഈ ഫാൾ ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, അല്പം താഴത്തേക്കായ വെലോസിറ്റി വീണ്ടും കൂടുന്നു. ഇപ്പം ഞാനിവിടെ പോയിന്റ് എ എടുത്തു, ആ പോയിന്റ് ബി എടുത്തു. എയിലും ബിയിലും സെയിം വെലോസിറ്റി ആണോ? അല്ല, വെലോസിറ്റി ബിയിലെ വെലോസിറ്റി കൂടുതലാണ്. അപ്പോൾ ബിയിലെത്തുന്ന ആ ഇൻസ്റ്റന്റ് വെലോസിറ്റിയാണ് ബിയിലെ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഇനി സി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ആ സിയിലെത്തുന്ന ആ സമയത്തുണ്ടാകുന്ന വെലോസിറ്റിയാണത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ദ ചേഞ്ച് ഓഫ് പൊസിഷൻ ഫോർ എ ടൈം ഇൻ്റർവൽ വിച്ച് ഈസ് വെരി വെരി സ്മോൾ. അതായത് വളരെ ചെറിയ ടൈം ഇൻ്റർവെല്ലിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ബോഡി സി എന്ന് പറഞ്ഞ പോയിന്റ് കവർ ചെയ്യാൻ ആവശ്യമായ ടൈം, ഒരുപാട് ടൈമിൻ്റെ ആവശ്യം ഉണ്ടാവുമോ? ഇല്ല, നിങ്ങൾ താഴേക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് കവർ ചെയ്യാൻ ആവശ്യമായ ടൈം, അതായത് വെരി സ്മോൾ ടൈം ഇൻ്റർവെല്ലാണ്. ആ വെരി സ്മോൾ ടൈം ഇൻ്റർവെല്ലിൽ ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റോ വെരി സ്മോൾ ആണ്, ഡെൽറ്റ എക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് ആണ്, ടൈമോ വെരി സ്മോൾ ടൈം ഡെൽറ്റ ടി ആണ്. അത് 0ൻ്റെ വളരെ അടുത്തുള്ളതാണ്. ഫോർ എക്സാമ്പിൾ 0.0001, ഇത് 0 ആണോ? അല്ല, പക്ഷേ 0ൻ്റെ വളരെ അടുത്തുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത്രയും ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇത് വളരെ ചെറുതായി കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ലിമിറ്റ് എന്ന് വായിക്കുന്നത്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഡെൽറ്റ ടീൻ്റെ വാല്യൂ 0നോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു. ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി, അതായത് ഡെൽറ്റ ടീന് എത്ര ചെറുതാക്കാൻ പറ്റും അത്രയും ചെറിയ ടൈം ഇൻ്റർവെല്ലാണ് ഡെൽറ്റ ടി. അത് കാണിക്കുന്നതാണ്, അതിനെ ഷോർട്ടാക്കിയതാണ് വി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഇതാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, വി ഈസ് ഈക്വൽ ഡി എക്സ് ബൈ ഡി ടി. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഈസ് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എ വെരി 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 സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈം. വളരെ ചെറിയ ടൈം ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ ആ ഇൻ്റർവെല്ലിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണെന്ത്, വെലോസിറ്റിയാണ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മുടെ വെഹിക്കിൾ നോക്കുകയാണെങ്കിൽ വെഹിക്കിൾ കാണിക്കുന്ന റീഡിംഗ് എന്താ, ഇൻസ്റ്റന്റേനിയസ് സ്പീഡാണ് എല്ലാ സമയത്തും ആ വെഹിക്കിൾ കാണിക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഡിസ്റ്റൻസ് പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, സ്പീഡ് പറഞ്ഞു, വെലോസിറ്റി പറഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള ആക്സിലറേഷനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏത് വെഹിക്കിൾ എടുക്കുകയാണെങ്കിലും എല്ലാ വെഹിക്കിളിലും ആക്സിലറേറ്റർ ഉണ്ടല്ലോ. നമ്മുടെ ബൈക്ക് എടുക്കുകയാണെങ്കിൽ ബൈക്കിന് മുരട്ടി കൊടുത്താൽ സ്പീഡ് ഇങ്ങനെ കൂടിയിരുന്ന് കാണാൻ പറ്റും. ഈ കാറാണെങ്കിലും ചവിട്ടി കൊടുത്താൽ അതിനൊക്കെ വിളിക്കുന്നത് ആക്സിലറേറ്റർ, അതായത് ആക്സിലറേറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ നമ്മുടെ ഇങ്ങനെ സ്പീഡ് ബൈക്കിലാണെങ്കിൽ മുരട്ടി കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, സ്പീഡ് ഇങ്ങനെ കൂടി വരികയല്ലേ. അപ്പോൾ സ്പീഡ് കൂട്ടുന്ന ആൾ, അതാണ് ആക്സിലറേറ്റർ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ കാറിലാണെങ്കിൽ ഇങ്ങനെ പ്രസ് ചവിട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്, അതിന് സ്പീഡ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ സ്പീഡ് കൂട്ടുന്ന ആളാണ് ആക്സിലറേറ്റർ. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ എന്ത് പറയാം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് ടൈം. ഓക്കെ, ഇതിനെയാണ് എന്ത് വിളിച്ചത്, ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി ചേഞ്ച് ചെയ്താലേ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. നമുക്കറിയാം യൂണിഫോം വെലോസിറ്റി എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റാണ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അവിടുത്തെ ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ ആക്സിലറേഷൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ the velocity of the body must be changes. വെലോസിറ്റി ചേഞ്ച് ചെയ്താലേ ആക്സിലറേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞാൽ ഐദർ ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റ് ഓർ ഇൻ എ യൂണിഫോം മോഷൻ. ഒന്നുകിൽ ആ ബോഡി റെസ്റ്റിലാണ്, അല്ലെങ്കിൽ ബോഡി എന്തിലാണ്, യൂണിഫോം മോഷൻ, അതായത് ഒരേ വെലോസിറ്റി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് തിരിച്ചു വരാം. ഇത് ആക്സിലറേഷൻ ആണെങ്കിൽ ഇത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ് ആക്സിലറേഷൻ. കറക്റ്റായിട്ട് ഡയറക്ഷൻ ഉണ്ട്. യൂണിറ്റോ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഡയമെൻഷൻ ഇങ്ങനെ കണ്ടുപിടിക്കാം, change in velocity by time. For dimension of acceleration is equal to velocity or dimension LT raised to minus 1 നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ by time t. ഈ t മേലേക്ക് വരുമ്പോൾ t raised to minus 1 ആവും. അപ്പോൾ എന്താ വരിക, LT raised to minus 1 into t raised to minus 1.
എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ എന്താ പഠിച്ചത്? എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റൈസ് ടു എം പ്ലസ് എൻ. അതേപോലെ എഴുതിയാൽ എൽ ടി റൈസ് ടു -1 -1 എൽ ടി റൈസ് ടു -2. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ആക്സിലറേഷൻ ഈസ് എൽ ടി റൈസ് ടു -2. ഓക്കെ, പിന്നെയോ ഇഫ് വെലോസിറ്റി ഇൻക്രീസസ് വിത്ത് ടൈം ആക്സിലറേഷൻ ഈസ് പോസിറ്റീവ്. അപ്പോൾ നിങ്ങൾ ഒരു ബോഡി ഇങ്ങനെ ഇവിടുത്തെ ഡ്രോപ്പ് ചെയ്യുകയാണ്, ഇങ്ങനെ താഴേക്ക് ഡ്രോപ്പ് ചെയ്യുകയാണ്, താഴേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വെലോസിറ്റി ഇങ്ങനെ കൂടി വരുന്നുണ്ടല്ലോ, അത് ആക്സിലറേഷൻ ആണ്. നമ്മുടെ കാർ അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യുന്നു? റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ മുന്നോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ സ്പീഡ് കൂടി വരുന്നു, അത് ആക്സിലറേഷൻ പോസിറ്റീവാണ്. ഇനി ഒരു സ്റ്റേഷൻ എത്താൻ സമയത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ സ്പീഡ് കുറഞ്ഞു വരൂലേ? അതെന്താണ്? നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അതുവഴി പേരാണ് റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ. അപ്പോൾ റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ ഈസ് ദ നെഗറ്റീവ് ആക്സിലറേഷൻ. ഓക്കെ, ഇവിടെ എപ്പോഴാണ് ആക്സിലറേഷൻ യൂണിഫോം ആവുക? നമുക്കറിയാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണല്ലോ. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ യൂണിഫോം ആവാന്ന് പറഞ്ഞാൽ എന്തേ കണ്ടീഷൻ? ചേഞ്ച് ഓഫ് വെലോസിറ്റീസ് ആർ ഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. അപ്പോൾ ഈക്വൽ ടൈം ഇൻ്റർവെൽ എടുക്കുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് വെലോസിറ്റീസ് എല്ലാം എന്താവണം? ഈക്വൽ ആവണം. ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ആണെങ്കിൽ അത് നമുക്ക് എന്ത് വിളിക്കാം? യൂണിഫോം ആക്സിലറേഷൻ. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, യൂണിഫോം മോഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. യൂണിഫോം മോഷൻ ആണെങ്കിൽ ആ യൂണിഫോം മോഷൻ്റെ പ്രത്യേകത എന്താണ്? ഇൻ എ യൂണിഫോം മോഷൻ ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. എന്താ ആവറേജ് വെലോസിറ്റി? ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈമാണ് ആവറേജ് വെലോസിറ്റി. ആ ആവറേജ് വെലോസിറ്റിയും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിയും രണ്ടും ഈക്വൽ ആണ് ഇതിൽ യൂണിഫോം മോഷൻ. അങ്ങനെയാണെങ്കിൽ യൂണിഫോം ആക്സിലറേഷനിലെ ആവറേജ് ആക്സിലറേഷനും ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷനും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് യൂണിഫോം ആക്സിലറേഷൻ. അപ്പോൾ നോക്കിയേ, ഇഫ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ് ഈക്വൽ എമൗണ്ട് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഓക്കെ, ഇതിനാണ് എന്ത് വിളിച്ചത്? യൂണിഫോം ആക്സിലറേഷൻ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. എന്തായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഓഫ് ടൈം ആയത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എങ്കിൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ ബോഡി അറ്റ് എ വെരി 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 സ്മോൾ ഇൻ്റർവെൽ ഓഫ് ടൈം. നീ എത്രത്തോളം ടൈമിനെ ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറിയ ടൈം ഇൻ്റർവെൽ ഉണ്ടാവുന്ന ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണെന്ന് ഇൻസ്റ്റന്റേനിയസ് ആക്സിലറേഷൻ. അതാ നേരത്തെ കാണിച്ച പോലെ ഡെൽറ്റ ടി ടെൻസ് ടു 0. ഈ ഡെൽറ്റ ടിൻ്റെ വാല്യൂ 0 എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എന്ത് എഴുതാം? ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. അപ്പോൾ ആക്സിലറേഷൻ എ ഇസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ ഡി വി ബൈ ഡി ടി ആണെങ്കിൽ വി എന്താ നമ്മൾ നേരത്തെ പഠിച്ചു? ഡി എക്സ് ബൈ ഡി ടി. അത് കൊടുത്താൽ എന്താ കിട്ടുക? ഡി ബൈ ഡി ടി ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഇതിനെ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഡി സ്ക്വയർ ടി സ്ക്വയർ എന്ന് എഴുതേണ്ടതെന്ന്. ഫോർ എക്സാമ്പിൾ ശ്രദ്ധിച്ചേ, 12 ഇൻറ്റു 12 ഇത് നമ്മളെങ്ങനെ എഴുതാം? 1 സ്ക്വയർ 2 സ്ക്വയർ എന്ന് എഴുതുമോ? അത് തെറ്റല്ലേ? നമ്മൾ എഴുതുന്നത് 12 സ്ക്വയർ എന്നല്ല എഴുതാം. അതേപോലെ ഡി ടി ഒറ്റ ടൈമാ. ഡി ടി ഇൻറ്റു ഡി ടി എന്ന് പറഞ്ഞാൽ എന്ത് എഴുതുള്ളൂ? ഡി ടി സ്ക്വയർ എഴുതുള്ളൂ, അല്ലാതെ ഡി സ്ക്വയർ എന്ന് എഴുതൂല. അപ്പോൾ ആക്സിലറേഷൻ ഈക്വൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ആദ്യമായിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ഫസ്റ്റ് പഠിച്ചത് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും പഠിച്ചു. ഡിസ്റ്റൻസ്, ലെങ്ത് ഓഫ് ദി പാത്ത്, ഡിസ്പ്ലേസ്മെൻറ്റ്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ പഠിച്ചത് സ്പീഡും വെലോസിറ്റിയും പഠിച്ചു. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 യൂണിറ്റ് ടൈം ആൻഡ് വെലോസിറ്റി ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ യൂണിറ്റ് ടൈം. പിന്നെ വെലോസിറ്റി നമ്മൾ പഠിച്ചതിന് ശേഷം യൂണിഫോം സ്പീഡ് പറഞ്ഞു, അതിനുശേഷം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി, പിന്നെ ആക്സിലറേഷൻ പറഞ്ഞു. അതായത് വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് ആക്സിലറേഷൻ ഉള്ളത്. ആക്സിലറേഷൻ 0 എന്ന് പറഞ്ഞാൽ ഐദർ ബോഡി റെസ്റ്റ് ഓർ ഇൻ എ യൂണിഫോം മോഷൻ. ഇനി ശ്രദ്ധിച്ചോ, നമുക്കിവിടെ കുറച്ച് ഗ്രാഫുകൾ പഠിക്കാൻ പറ്റും. ഈ പറഞ്ഞ മോഷനൊക്കെ ഗ്രാഫുകൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് പൊസിഷൻ ടൈം ഗ്രാഫ് എന്നാണ്. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഗ്രാഫ് ഡ്രോൺ ബിറ്റ്വീൻ പൊസിഷൻ അലോങ് വൈ ആക്സിസ്. ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ നോക്കിയേ, വൈ ആക്സിസിൽ പൊസിഷനും അതാണ് എക്സ് ഓഫ് ടി എന്ന് എഴുതിയത്. വൈ ആക്സിൽ പൊസിഷനും എക്സ് ആക്സിൽ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. വൈ ആക്സിസിൽ പൊസിഷനും എക്സ് ആക്സിൽ ടൈം എടുത്താൽ ഇതാണ് പൊസിഷൻ ടൈം ഗ്രാഫ്. അതാദ്യമായിട്ട് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് സ്റ്റേഷനറി ആണെങ്കിൽ അതിന് പ്രത്യേകം എന്താണ്?
പൊസിഷൻ ഓഫ് ദി ബോഡി കനോട്ട് ചേഞ്ചസ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ ഒരു 4-ലാണെങ്കിൽ ആ 4-ൽ തന്നെ ഉണ്ടാവുക, ഇനി 5-ലാണെങ്കിൽ 5-ൽ തന്നെ ഉണ്ടാവുക, 2-ലാണെങ്കിൽ 2-ൽ തന്നെ ഉണ്ടാവുക, ഒരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ നോക്കിയേ, പൊസിഷൻ എല്ലാ സമയത്തും കോൺസ്റ്റൻ്റാണ്, ടൈം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഗ്രാഫ് എന്താണ്? ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു എക്സ് ആക്സിസ്. ആരുടെ ഗ്രാഫ്? പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു സ്റ്റേഷനറി ഒബ്ജക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ സ്റ്റേഷനറി ഒബ്ജക്റ്റ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. ഓക്കെ, ഇനി പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് യൂണിഫോം വെലോസിറ്റി. യൂണിഫോം മോഷൻ ആണെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്? ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെൻറ്റ്സ്, അത് ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ്. ഇവിടെ യൂണിഫോം മോഷനാണ്, വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, എക്സ് ഈസ് ഈക്വൽ ടു വി ടി എന്ന് എഴുതാം, വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടെ എന്ത് കോൺസ്റ്റൻ്റാണ്? യൂണിഫോം മോഷനിൽ വെലോസിറ്റി കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇത് എക്സ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ ടൈം മാറുന്ന പോലെ ഡിസ്പ്ലേസ്മെൻറ്റ് മാറണം. അതുകൊണ്ട് നമുക്ക് കിട്ടിയ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്ലോപ്പാണ്. അപ്പോൾ ഇത് ഏത് ഫോമിലാണ്? നിങ്ങൾ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനിൽ പഠിക്കും, വൈ ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്നാണ്. അപ്പോൾ വൈ കോർഡിനേറ്റിലുള്ള പൊസിഷനാണ്, എക്സ് കോർഡിനേറ്റിലുള്ള ടൈമാണ്, അപ്പോൾ സി എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് ആണ്. ഇവിടെ ഇത് നോക്കി, എക്സ് ഇസിക്കൽ വി ടി ആണെങ്കിൽ ഇവിടെ സി എന്ന സ്ഥാനത്ത് 0 ഉള്ളത്, വൈ ഇൻ്റർസെപ്റ്റ് 0, അപ്പോൾ 0 എന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ എം എന്ന് പറഞ്ഞാൽ സ്ലോപ്പ്, സ്ലോപ്പിന് സ്ഥാനത്ത് ആണുള്ളത് വെലോസിറ്റി. അപ്പോൾ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. അപ്പോൾ ഈ പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കാണുകയാണെങ്കിൽ അതെന്ത് റെപ്രസെൻറ്റ് ചെയ്യും? വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ യൂണിഫോം മോഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് വിത്ത് എ കോൺസ്റ്റന്റ് സ്ലോപ്പ്. കോൺസ്റ്റന്റ് സ്ലോപ്പോട് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ത്? യൂണിഫോം വെലോസിറ്റിയുടെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇവിടെ സ്ലോപ്പ് പോസിറ്റീവാണ്, അതായത് വൈ കോർഡിനേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ലോപ്പ് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി പോസിറ്റീവ് വെലോസിറ്റിയാണ്. ഈ നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ വരിക? ശ്രദ്ധിച്ചോ, ഇവിടെ പൊസിഷനാണ്, ഇത് ടൈം ആണെങ്കിൽ, നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് കുറഞ്ഞു വരും. അപ്പോൾ ഇത് പോസിറ്റീവ് വെലോസിറ്റിയാണ്, ഇത് നെഗറ്റീവ് വെലോസിറ്റിയാണ്. നെഗറ്റീവ് വെലോസിറ്റി ആകുമ്പോൾ സ്ലോപ്പ് നെഗറ്റീവാണ്. സ്ലോപ്പ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വൈ കോർഡിനേറ്റ് ഇങ്ങനെ കുറഞ്ഞു വരും. നമ്മൾ പഠിച്ചിട്ട് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. ഇതല്ലേ സ്ലോപ്പ്. അപ്പോൾ ഇവിടെ വൈ കോർഡിനേറ്റ് ഇങ്ങനെ കുറഞ്ഞു വരികയാണെങ്കിൽ അതാണെന്ത്? സ്ലോപ്പ് നെഗറ്റീവ് ആവുന്നത്. വൈ കോർഡിനേറ്റ് കൂടി പോവുകയാണെങ്കിൽ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി യൂണിഫോം ആക്സിലറേഷൻ. യൂണിഫോം ആക്സിലറേഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് കണ്ടുപിടിക്കണ്ടേ? നമുക്കറിയാം ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. ഒരു ബോഡിയുടെ വെലോസിറ്റി യുയിൽ നിന്ന് വിയിലോട്ടാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എഴുതാം വി മൈനസ് യു. ഇതാണ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ഇതാണ് ആക്സിലറേഷൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നീ എന്താണ് റെസ്റ്റ് നല്ല സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ എ കേസിൽ ടി കൊടുത്താൽ എ ടി ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം വി മൈനസ് യു, ഓർ വി ഈസ് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ യു പ്ലസ് എ ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പൊസിഷൻ ടൈം ഗ്രാഫാണിത്. പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ ഇവിടെ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ യു ഈസ് ഈക്വൽ ടു 0. യു 0 ആണെങ്കിൽ വി ഈസ് ഈക്വൽ നമുക്ക് എന്ത് എഴുതാം? എ ടി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത് പൊസിഷൻ ടൈം ഗ്രാഫാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ വി മൈനസ് യു ബൈ ടി കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ഈസ് ഈക്വൽ ടു എ ടി, ഓർ എസ് ഈസ് ഈക്വൽ ടി കൊടുത്താൽ എ ടി സ്ക്വയർ. അപ്പോൾ എസ് ഈസ് ഈക്വൽ എ ടി സ്ക്വയർ എന്നാൽ എസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ഇത് ടി സ്ക്വയർ. അപ്പോൾ ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഗ്രാഫ് എപ്പോഴും പരാബോള ആയിരിക്കും. അപ്പോൾ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഇങ്ങനെ പോകും, ഇതേപോലെ പരാബോള കിട്ടും. ഇതാണ് യൂണിഫോം ആക്സിലറേഷൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇവിടെ ആക്സിലറേഷൻ പോസിറ്റീവാണ്. ഇനി നമുക്ക് ഏതെങ്കിലും പോയിന്റ് സ്ലോപ്പ് ആണെങ്കിൽ ജസ്റ്റ് ഡ്രോ എ ടാൻജന്റ് അറ്റ് ദാറ്റ് പോയിന്റ് ആൻഡ് ഫൈൻഡ് ദി സ്ലോപ്പ്. ഓക്കെ, ഇത് നെഗറ്റീവ് ആക്സിലറേഷൻ. മോഹിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ. യൂണിഫോം റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, പൊസിഷൻ ടൈം. ഇവിടെ എന്താ സംഭവിക്കുക? വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരിക ചെയ്യുക, അതായത് സ്ലോപ്പ് കുറയാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടിക്കൊണ്ടേയിരിക്കുക, റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കുക. അതായത് ഈ സ്ലോപ്പ് ഇങ്ങനെ കുറഞ്ഞ് അവസാനം എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇവിടെ അവസാനത്തിൽ നിങ്ങൾ നോക്ക്, ഈ ടൈമാക്സിന് പാരലാണ്. ടൈമാക്സിന് പാരൽ എന്ന് പറഞ്ഞാൽ അത് ആരുടെ ഗ്രാഫായിരുന്നു? സ്റ്റേഷനറി ഒബ്ജക്റ്റിൻ്റെ ഗ്രാഫാണ്. അപ്പോൾ ഇതിൻ്റെ ആക്സിലേഷൻ യൂണിഫോം റിട്ടാർഡേഷൻ ആണെങ്കിൽ സ്പീഡ് കുറഞ്ഞ് വന്ന് അവസാനം എന്തായിട്ട് മാറും? റെസ്റ്റിലാവും.
നിങ്ങൾ കാറ് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പം വെലോസിറ്റി സ്പീഡ് കുറഞ്ഞു വന്ന് അവസാനം 0 ആയിട്ട് മാറുന്നില്ലേ? അതേപോലെ ഇവിടെ 0 ആയിട്ട് മാറും. ഇതാണ് യൂണിഫോം റിട്ടാർഡേഷൻ. ഇനി ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ ഏത് പോയിന്റ്, അതായത് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇൻസ്റ്റന്റേനിയസ് ഈ ഒരു ഇൻസ്റ്റന്റ് ആണെങ്കിൽ അവിടെ ജസ്റ്റ് ഒരു ടാൻജന്റ് വരയ്ക്കുക, അതിൻ്റെ സ്ലോപ്പ് കാണുക. അതേപോലെ ഇവിടെ ആണെങ്കിൽ അതേപോലെ ചെയ്യാം. ഇനിയൊക്കെ ആവറേജ് വെലോസിറ്റി ആണ് കണ്ടെങ്കിലോ ഇവിടെ മുതൽ ഇവിടെ ഉള്ള ആവറേജ് വെലോസിറ്റി ആണെങ്കിൽ ജസ്റ്റ് ലൈൻ ഇങ്ങനെ വരയ്ക്കുക. ഇതിന് സ്ലോപ്പ് കണ്ടാൽ ആവറേജ് വെലോസിറ്റിയെ കിട്ടുക. അതേസമയത്ത് ടാൻജന്റിന് സ്ലോപ്പ് കണ്ടാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആണ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. ഇനി വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. അപ്പോൾ അടുത്തത് ആദ്യം പറഞ്ഞത് പൊസിഷൻ ടൈം ഗ്രാഫ് ആയിരുന്നു. എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ പൊസിഷനും ആയിരുന്നു. ഇതേതാ വെലോസിറ്റി ടൈം ഗ്രാഫ്. വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ എക്സ് ആക്സിൽ ടൈമും വൈ ആക്സിൽ വെലോസിറ്റിയും. അപ്പോൾ സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണെങ്കിൽ സ്റ്റേഷനറി ഒബ്ജക്റ്റിന് വെലോസിറ്റി ഇല്ലല്ലോ, അപ്പോൾ ഗ്രാഫ് ഉണ്ടാവുമോ? അപ്പോൾ നോക്കിയേ, വൈ ആക്സിൽ വെലോസിറ്റി ആണ്. ഈ വെലോസിറ്റി എപ്പോഴും 0 ആണ്. വെലോസിറ്റി 0 ആണ്, ടൈം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഇതേപോലെയല്ലേ കിട്ടുക. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പറയാം വെലോസിറ്റി 0 ആയതുകൊണ്ട് ഈ എക്സ് ആക്സിന് തന്നെയുള്ളൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുന്നത്. ഇനി യൂണിഫോം മോഷൻ ആണെങ്കിലോ, യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞത് എന്താ? ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, ദാറ്റ് ഈസ് വെലോസിറ്റി ഓഫ് ദി ബോഡി റിമെയിൻസ് കോൺസ്റ്റന്റ്. അപ്പോൾ യൂണിഫോം മോഷൻ ആണെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റാ. നിങ്ങൾ ആദ്യമായിട്ട് 0 എടുത്തപ്പോൾ ഒരു വെലോസിറ്റി കിട്ടിയെങ്കിൽ v കിട്ടിയെങ്കിൽ ഇനി t ടൈം എടുക്കുമ്പോൾ അവിടെയും എന്ത് തന്നെയാണ്? വെലോസിറ്റി v തന്നെയാണ്. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. എല്ലാ സമയത്തും ഒരേ വെലോസിറ്റി ആണെങ്കിൽ അതല്ലേ യൂണിഫോം മോഷൻ. അപ്പോൾ ഇവിടെ നോക്കിയേ, നിങ്ങൾ ഈ പോയിന്റ് എടുത്തപ്പോൾ ഇവിടെ വെലോസിറ്റി ഇത് കിട്ടി, അടുത്ത പോലും അതേ വെലോസിറ്റി, അടുത്ത പോലും അതേ വെലോസിറ്റി. അങ്ങനെ യൂണിഫോം മോഷൻ ആണെങ്കിൽ ആ യൂണിഫോം മോഷൻ്റെ ഗ്രാഫ് വരച്ചാൽ velocity and graph is a straight line parallel to x axis. അപ്പോൾ x axis ടൈം ആക്സിസിന് പാരലൽ സ്ട്രെയിറ്റ് ലൈൻ ആണ് കിട്ടിയത്. ഈ ഗ്രാഫിൽ നിന്ന് എന്ത് ഫൈൻഡിങ്സ് നമുക്ക് കണ്ടുപിടിക്കാം? ഈ ഗ്രാഫിൽ നിന്ന് ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ അണ്ടർ ദി ഗ്രാഫ് വരച്ചാൽ എന്താ കിട്ടുക? നോക്കി, ഇതാണ് ഇവിടുത്തെ ഏരിയ. ഈ ഏരിയ കണ്ടുപിടിക്കാന്നാൽ ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ OABC. അപ്പോൾ ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ OABC. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ OABC എന്നാൽ ഇവിടെ OA എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി അല്ലേ? അപ്പോൾ നമുക്ക് ഇതാം ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു OC. ഇതല്ലേ ഇവിടുത്തെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് OC ആണ് ടൈമാണ്. വെലോസിറ്റി ഇൻറ്റു ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ നേരത്തെ പൊസിഷൻ ടൈം ഗ്രാഫ് വരച്ചു. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഡിസ്പ്ലേസ്മെൻറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിഫോം മോഷൻ്റെ നമ്മൾ പറഞ്ഞു. യൂണിഫോം മോഷൻ ആവുന്ന സമയത്ത് വെലോസിറ്റി ഓഫ് ദി ബോഡി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഇനി യൂണിഫോം ആക്സിലറേഷൻ. എന്താ യൂണിഫോം ആക്സിലറേഷൻ്റെ പ്രത്യേകത? യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റീസ് ആർ ഈക്വൽ ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ടൈം ഇൻ്റർവൽ ഈക്വൽ ആണെങ്കിൽ ആ ഈക്വൽ ടൈം ഇൻ്റർവെൽ ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതാണല്ലോ യൂണിഫോം ആക്സിലറേഷൻ. ഇവിടെ നമുക്കറിയാം ആക്സിലറേഷൻ A is equal to v minus u by t. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ u is equal to 0. അപ്പോൾ v is equal to at. ഇതും ഏത് ഗ്രാഫാണ്? ഇതും y is equal to mx plus c ഫോമിലാണ്. ഇവിടെ c y ഇൻ്റർസെപ്റ്റ് 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തുള്ള ടൈമാണ്. അപ്പോൾ സ്ലോപ്പ് എന്താണ്? സ്ലോപ്പ് ഈസ് ഈക്വൽ ആക്സിലറേഷൻ. അപ്പോൾ സ്ലോപ്പ് ഓഫ് velocity time graph gives acceleration. Slope of position time graph gives velocity ആണെങ്കിൽ slope of velocity time graph gives acceleration. അപ്പോൾ velocity time graph എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു? ആക്സിലറേഷൻ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുന്നു. ശ്രദ്ധിച്ച്, ഇവിടെ ഒരു പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബി വരെയാണെങ്കിൽ ഇതിൻ്റെ സ്ലോപ്പാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സ്ലോപ്പ് y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോൾ y2 മൈനസ് y1, y2 എന്ന് പറഞ്ഞാൽ ഇവിടെ ഫൈനൽ വെലോസിറ്റി v മൈനസ് u, ഇനീഷ്യൽ വെലോസിറ്റി u, v മൈനസ് u ബൈ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. അപ്പോൾ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗിവ്സ് ആക്സിലറേഷൻ. ഓക്കെ,
അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നോക്കിയേ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടു നോക്കിയേ. സ്ലോപ്പ് ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ് ചേഞ്ച് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ദാറ്റ് ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. ഇനി ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ ശ്രദ്ധിച്ച്, നേരത്തെ നമ്മൾ വരച്ച ഗ്രാഫിൽ യൂണിഫോം മോഷൻ്റെ ആ യൂണിഫോം മോഷൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതാണ് ഏരിയ. ഈ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ എന്താ പിടിച്ചത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ നോക്കിയാൽ ഇതെന്താ തന്നിരിക്കുന്നത്, ഈ ഹൈറ്റാണ് 0 മുതൽ 30 വരെയാണെങ്കിൽ ഇത് വെലോസിറ്റിയാണ്. അതേപോലെ 0-6 വരെ ടൈമാണല്ലോ. അപ്പോൾ വെലോസിറ്റി ടൈം ദാറ്റ് ഈസ് ഏരിയ അണ്ടർ ദി ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെല്ലാം പഠിച്ചു? പൊസിഷൻ ടൈം ഗ്രാഫ് പഠിച്ചു. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്നു. വെലോസിറ്റി ടൈം ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് എന്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നു? ആക്സിലറേഷൻ. ആൻഡ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു ചാപ്റ്ററിൽ? ഡിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു, സ്പീഡ്, വെലോസിറ്റി, യൂണിഫോം സ്പീഡ്, യൂണിഫോം വെലോസിറ്റി, ആക്സിലറേഷൻ, യൂണിഫോം ആക്സിലറേഷൻ, ഇൻസ്റ്റന്റനിയസ് വെലോസിറ്റി, ഇൻസ്റ്റന്റനിയസ് ആക്സിലറേഷൻ. ഇതുകൂടാതെ പൊസിഷൻ ടൈം ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇത്രയും കാര്യം അറിയാമെങ്കിൽ ഇനി നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനിലേക്ക് പോകാം. അതായത് യൂണിഫോം ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ബോഡി ആണെങ്കിൽ ആ ബോഡിയുടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഫോർ ദിസ് വി ക്യാൻ കൺസിഡർ എ ബോഡി ഈസ് മൂവിങ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈൻ മൂവ് ചെയ്യുന്നു, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ മൂവ് ചെയ്യുന്നു. നമ്മൾ മോഷൻ ഒബ്സർവ് ചെയ്യുന്ന ഇവിടുന്നാണ്. ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്. ഇവിടെ എത്തുമ്പോൾ ടി ടൈമിന് ശേഷം വെലോസിറ്റി എത്രയായിട്ട് മാറി? വി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് വെലോസിറ്റി ടൈം റിലേഷൻ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ് യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ യൂണിഫോം ആക്സിലറേഷൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്തായിരുന്നു? സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്ലോപ്പ് അല്ലേ? അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ കിട്ടും. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്ലോപ്പ്, ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് എന്തറിയാം? വെലോസിറ്റി ടൈം ഗ്രാഫ് കിട്ടിയാൽ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ആക്സിലറേഷൻ. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, എ മുതൽ ബി വരെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്. വൈ കോർഡിനേറ്റ് എത്ര ചേഞ്ച് ചെയ്ത് നോക്കിയേ? ബി എത്തുമ്പോൾ വി മൈനസ് ഇവിടെ എത്തുമ്പോൾ എത്രയാണ്? സി. ഇതാ വൈ കോർഡിനേറ്റ് ചേഞ്ച് ഇവിടെ വരെ ഇവിടം വരെ, ഇവിടുന്ന് ഇവിടം വരെ ഈ ചേഞ്ച് എത്രയാണുള്ളത്? ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി V0 ആണെങ്കിൽ V0 ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. എക്സ് കോർഡിനേറ്റ് 0 മുതൽ ടി വരെയല്ലേ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ടി മൈനസ് 0 ദാറ്റ് ഈസ് എ ഇസ് വി മൈനസ് V0 ബൈ ടി. ഈ ടി കൊടുത്താൽ എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് V0. V0 ഇങ്ങോട്ട് എടുത്ത് എന്താ കിട്ടുക? V0 പ്ലസ് എ ടി ഈസ് ഈക്വൽ ടു വി. ഇത് നമ്മൾ ചില നോട്ട്ബുക്കിലൊക്കെ എഴുതിയ V0 സ്ഥാനത്ത് യു ആണ് എടുത്തുണ്ടാവുക. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി V0 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ യു എന്ന് കൊടുക്കാം. അപ്പോൾ യു ആണെങ്കിൽ V = U പ്ലസ് എ ടി. ഇനി അതല്ല V0 കൊടുക്കുന്നതെങ്കിൽ V0 പ്ലസ് എ ടി. ഓക്കെ, വെരി സിമ്പിൾ ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് സ്ലോപ്പം കണ്ടുപിടിച്ചാൽ മതി. സ്ലോപ്പ് എന്താ? ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ് ബൈ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ്. അപ്പോൾ ജസ്റ്റ് സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ വി ഗെറ്റ് ദി ആക്സിലറേഷൻ ആൻഡ് വി ഗെറ്റ് ദി ഇക്വേഷൻ V = V0 പ്ലസ് എ ടി. ഓക്കെ, അത് വെലോസിറ്റി ടൈം റിലേഷൻ ആയിരുന്നു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊസിഷൻ ടൈം റിലേഷൻ ആണ്. അതായത് ഇവിടെ ഈ ബോഡി ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ മൂവ് ചെയ്യാൻ ആദ്യം യു വെലോസിറ്റി ആണ്, പിന്നെ വെലോസിറ്റി വി ആയിട്ട് മാറിയിട്ടുണ്ട് വിത്തിൻ എ ടൈം ടി. ഈ ടൈം കൊണ്ട് എത്ര ഡിസ്പ്ലേസ് ചെയ്തു? ആ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എസ് എന്ന് വിളിച്ചു. ആ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണ്ടേ? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വെലോസിറ്റി ടൈം ഗ്രാഫ് ഇങ്ങനെ വരച്ചു. ഇനി എന്ത്? ഇതിൻ്റെ ഏരിയ കണ്ടേ? അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ കാണണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണോ. ഈ ഏരിയ നോക്കുമ്പോൾ ഇവിടെ റെക്റ്റാങ്കിൾ ഉണ്ട്. റെക്റ്റാങ്കിളിൻ്റെ ഏരിയ പ്ലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഈ റെക്റ്റാങ്കിൾ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് എന്താ? O മുതൽ A വരെ. ഇതെത്രയാ? V0 അല്ലേ? V0 ഇൻറ്റു ബ്രെഡ്ത്ത് എത്രയാ? 0 മുതൽ T വരെ. ഇതെത്രയാ? T. V0 T പ്ലസ് ഈ ട്രയാങ്കിൾ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് എന്താ? A മുതൽ C വരെയുള്ള ബേസ് എന്ന് പറഞ്ഞാൽ അത് Tക്ക് ഈക്വൽ ആണ്. ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് BC. ഈ ഹൈറ്റ് എന്താ? നമുക്കറിയാം ടോട്ടൽ ഹൈറ്റ് ഇവിടെ വരെയുള്ള V ആണ്. അത് എന്ത് മൈനസ് ചെയ്താൽ? V0 മൈനസ് ചെയ്താൽ
വി മൈനസ് വി സീറോ. അപ്പോൾ നമുക്കറിയാം നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വി ഈസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി. ഇവിടെ വി സീറോ എടുത്താൽ വി മൈനസ് വി സീറോ ഈസ് ഈക്വൽ ടു എ ടി ആണല്ലോ. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ് ഈസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് ടി ഇൻറ്റു വി മൈനസ് വി സീറോ പറഞ്ഞാൽ എന്താ എ ടി ആണ്. ടി ഇൻറ്റു ടി ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് എഴുതാം വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ദിസ് ഈസ് ദ പൊസിഷൻ ടൈം റിലേഷൻ. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചതാണ്. അപ്പോൾ പൊസിഷൻ ടൈം റിലേഷൻ കാണാൻ വെരി സിമ്പിൾ ആണ്. ജസ്റ്റ് ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇനി വെലോസിറ്റി പൊസിഷൻ റിലേഷൻ ഒന്നാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് വി ഈസ് ഈക്വൽ ടു വി സീറോ പ്ലസ് എ ടി എന്ന് കിട്ടി. ഇത് വെലോസിറ്റി ടൈം റിലേഷൻ. രണ്ട് എസ് ഈസ് ഈക്വൽ ടു വി സീറോ ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ അല്ലെ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് പൊസിഷൻ ടൈം റിലേഷനാണ്. ഇനി മൂന്നാമത്തെ ഏതാ വെലോസിറ്റി പൊസിഷൻ. ടൈം തന്നിട്ടില്ല, അതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം ഓർ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഇവിടുത്തെ ആവറേജ് വെലോസിറ്റി എത്രയാ? ഇനീഷ്യൽ വെലോസിറ്റി യു ആണ്, ഫൈനൽ വെലോസിറ്റി വി ആണ്. അപ്പോൾ യു എന്ന് വിയിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈക്വൽ വെലോസിറ്റി ചേഞ്ച് ആർ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ടൈം ഇൻ്റർവൽ ഈക്വൽ ആയതുകൊണ്ട് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം വി പ്ലസ് യു ബൈ ടു ഇൻറ്റു ടി. എന്താ ടൈം കണ്ടുപിടിക്കാൻ നമ്മൾ ഈ ഇക്വേഷൻ്റെ ടൈം കണ്ടുപിടിക്കൂ. ഇതിന് വി സീറോ എടുത്താൽ വി മൈനസ് വി സീറോ ഈസ് ഈക്വൽ ടു എ ടി ഓർ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് വി സീറോ ബൈ എ. അതോടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി മൈനസ് അവിടെ നമ്മൾ വി സീറോ കൊടുത്തു കേട്ടോ, വി മൈനസ് വി സീറോ ബൈ എ. ഇത് ന്യൂമറേറ്റർ നോക്കിയേ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എന്റെ സ്ഥാനത്ത് വി. അപ്പോൾ വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ ബൈ ടു എ. ഇതാണ് എസ്. ഈ ടു എ കൊടുത്താൽ എന്താ എഴുതുക? ടു എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് വി സീറോ സ്ക്വയർ. വി സീറോ സ്ക്വയറിനെ സൈഡ് മാറ്റിയാൽ വി സീറോ സ്ക്വയർ പ്ലസ് ടു എ എസ് ഈക്വൽ ടു വി സ്ക്വയർ. അപ്പോൾ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു വി സീറോ സ്ക്വയർ പ്ലസ് ടു എ എസ്. അപ്പോൾ മൂന്ന് ഇക്വേഷൻ കിട്ടി. ഒന്ന് വി യു പ്ലസ് എ ടി, രണ്ട് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, തേർഡ് വൺ വി സ്ക്വയർ ഇസ് യു സ്ക്വയർ പ്ലസ് ടു എ എസ്. ഇവിടെ എല്ലാം യുവിൻ്റെ സ്ഥാനത്ത് ഞാൻ വി സീറോ ആണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഡെറിവേഷനും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ഡെറിവേഷൻസ് ഒക്കെ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഈ വർഷമായിട്ട് +1 പഠിക്കാനുള്ളത്. ബാക്കി പോർഷൻസ് റിലേറ്റീവ് വെലോസിറ്റി ഡിലീറ്റഡ് പോർഷനാണ്, ആവറേജ് വെലോസിറ്റി ഡിലീറ്റഡ് പോർഷനാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസിലൂടെ നമുക്കൊന്ന് പാസ് ചെയ്യാം. എന്നിട്ട് ഈ ക്വസ്റ്റ്യനോട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സെഷൻ കൂടെ അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനോട് നോക്കാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനോട് ഒന്ന് പാസ് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. സ്റ്റേറ്റ് ഇൻ ദ ഫോളോയിങ് കേസസ് വെദർ ദ മോഷൻ ഈസ് 1, 2 or 3 dimensional മോഷൻ. അപ്പോൾ നമ്മൾ മോഷൻ പഠിച്ചു. മോഷൻ നമുക്ക് എന്തായിരുന്നു? ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് എ ബോഡി വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇവിടെ മോഷൻ 3 ടൈപ്പ് മോഷനാണുള്ളത്. ഒന്ന് 1 dimensional മോഷൻ, 2 2 dimensional മോഷൻ, 3 3 dimensional മോഷൻ. 1 dimensional മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു ബോഡി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ മോഷനെയാണ് എന്ത് വിളിച്ചത്? 1 dimensional മോഷൻ. അതായത് ഒരു സ്ട്രെയിറ്റ് ട്രാക്കിലൂടെ ഒരു ട്രെയിൻ പോവുകയാണെങ്കിൽ അത് 1 dimensional മോഷനാണ്. സ്ട്രെയിറ്റ് റോഡിലൂടെ ഒരു കാർ മൂവ് ചെയ്യുകയാണ്, അത് 1 dimensional മോഷനാണ്. അതായത് 1 dimensional മോഷൻ എന്ന് പറഞ്ഞാൽ അതിന് പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് ഒരേ ഒരു കോർഡിനേറ്റ് മാത്രം മതി. അതിന് ഒരേ ഒരു പോസിബിൾ പാത്ത് മാത്രമേ ഉള്ളൂ. അതേസമയം 2 dimensional മോഷൻ ആണെങ്കിലോ മോഷൻ അലോങ് എ പ്ലെയിൻ. ഒരു പ്ലെയിനിലൂടെ ബോഡി മൂവ് ചെയ്യുന്നു. പ്ലെയിനിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിൽ എക്സ് ഡയറക്ഷൻ മൂവ് ചെയ്യാം, അതേപോലെ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എക്സ് കോർഡിനേറ്റ് വേണം, വൈ കോർഡിനേറ്റ് വേണം. ഒരു പ്ലെയിനിലൂടെ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വെഹിക്കിളിൻ്റെ മോഷൻ എല്ലാം 2 dimensional മോഷനാണ്. നമ്മുടെ മോഷനോ അതും 2 dimensional മോഷനാണ്. കാരണം ഒരു പ്ലെയിനിലൂടെ നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ 2 dimensional മോഷനാണ്. 3 dimensional മോഷൻ എന്ന് പറഞ്ഞാലോ ഇറ്റ് ഈസ് ദ മോഷൻ ത്രൂ സ്പേസ്. സ്പേസിലൂടെ ബോഡി മൂവ് ചെയ്യുന്നു. സ്പേസിലൂടെ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അതാണ് 3 dimensional മോഷൻ. എക്സാമ്പിൾ എയറോപ്ലെയിൻ. എയറോപ്ലെയിൻ മൂവ് ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് പോകാം, ബാക്കോട്ട് പോകാം 1 dimension, ലെഫ്റ്റിലോട്ട് പോകാം, റൈറ്റിലോട്ട് പോകാം 2 dimension, മേലേക്ക് പോകാം, താഴേക്ക് പോകാം 3 dimension. അതാണ് 3 dimensional മോഷൻ. അപ്പോൾ സ്പേസിലാകുമ്പോൾ ഒരു ബോഡിയുടെ പൊസിഷൻ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ 3 കോർഡിനേറ്റ് വേണം. ഇനി ഒരു ഫിഷ് വാട്ടറിലൂടെ മൂവ് ചെയ്യുകയാണെങ്കിലോ ആ ടൈമിന് 3 കോർഡിനേറ്റ് വേണം. അതും 3 dimensional മോഷനാണ്.
അപ്പോൾ നമുക്ക് ഈ മോഷൻ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന്, ബട്ടർഫ്ലൈ ഫ്ലൈയിങ് അറൗണ്ട് ദി ഫ്ലവർ. ഫ്ലവറിന് അറൗണ്ട് ആയിട്ട് ഒരു ബട്ടർഫ്ലൈ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാം? മുന്നോട്ട് മൂവ് ചെയ്യാം, ബാക്കോട്ട് മൂവ് ചെയ്യാം, മേലേക്ക് മൂവ് ചെയ്യാം, താഴേക്ക് മൂവ് ചെയ്യാം, പിന്നെയോ ലെഫ്റ്റോട് റൈറ്റോടെല്ലാം മൂവ് ചെയ്യാം. ഇത് 3 ഡയമെൻഷണൽ മോഷനാണ്. അപ്പോൾ ഫസ്റ്റ് ബട്ടർഫ്ലൈൻ്റെ മോഷൻ 3 ഡയമെൻഷണൽ മോഷനാണ്. സ്പീഡിംഗ് കാർ ഓൺ എ ലോങ് സ്ട്രെയിറ്റ് ഹൈവേ കൂടിയാണ് പോകുന്നതെങ്കിൽ അത് മോഷൻ ലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ആയതുകൊണ്ട് അത് 1 ഡയമെൻഷണൽ മോഷനാണ്. ക്യാരൻ കോയിൻ റീബൗണ്ടിങ് ഫ്രം ദി സൈഡ് ഓഫ് ദി ബോർഡ്. അപ്പോൾ ഇത് ബോർഡാണെങ്കിൽ ഈ ബോർഡ് ഇവിടെ തട്ടി ക്യാരൻ കോയിൻ നിങ്ങളോട് പോയി ഇങ്ങനെ തട്ടി തിരിച്ചു വരികയാണെങ്കിൽ ഇതെന്താ ഒരു പ്ലെയിനിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇത് 2 ഡയമെൻഷണൽ മോഷനാണ്. പിന്നെയോ എ പ്ലെയിൻ റിവോൾവിങ് അറൗണ്ട് ഇറ്റ്സ് സ്റ്റാർ. അപ്പോൾ ഇത് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ ഇത് സർക്കുലാർ പാത്തിനാണ് റിവോൾവ് ചെയ്യുന്നതെങ്കിൽ സർക്കുലാർ മോഷൻ ഒരു ബോഡിക്ക് അറൗണ്ട് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. ഇതൊരു പ്ലെയിനിലൂടെ മൂവ് ചെയ്യുന്നത്. ഈ സർക്കുലാർ മോഷൻ എന്താണ്? മോഷൻ്റെ പ്ലെയിനാണ്. ഒരു പ്ലെയിനിലൂടെ മൂവ് ചെയ്യുകയാണ്. ഇത് മോഷൻ്റെ പ്ലെയിൻ എക്സാമ്പിളാണ്. സർക്കുലാർ മോഷനും അതേപോലെ പ്രൊജക്റ്റൈൽ മോഷനും. ഒരു ബോഡിയിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്തു, ഇവിടെ പ്രൊജക്റ്റ് ചെയ്താൽ ഈ ഒരു പ്ലെയിനിലൂടെ, അത് ഈ മൂവ് ചെയ്യുന്നത് ഈ ഒരു പ്ലെയിനിലൂടെ മാത്രമാണ്. ഇതും എന്താ? മോഷൻ്റെ പ്ലെയിൻ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളൂ. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് 2 objects A and B are shown below. At what time the object meet? ഇത് പൊസിഷൻ ടൈം ഗ്രാഫാണ് തന്നത്. ഈ പൊസിഷൻ ടൈം ഗ്രാഫിൽ ഏത് ടൈമിലാണ് രണ്ട് പേരും എയും ബിയും ഷോൺ വാട്ട് ടൈം ഒബ്ജക്റ്റ് മീറ്റ്? രണ്ടാളും മീറ്റ് ചെയ്യുന്ന രണ്ടാളുടെ പൊസിഷൻ ഒരേ സമയമാണ്. എവിടെയാണ് നോക്കി? രണ്ടോൾ കോയിൻസൈഡ് ഇവിടെ. അപ്പോൾ ഈ ഒരു പൊസിഷൻ 3 സെക്കൻഡ് ആവുന്ന സമയത്താണ് രണ്ട് പേരും മീറ്റ് ചെയ്യുന്നത്. നോക്കിയേ, ആ രണ്ടാളുടെയും പൊസിഷൻ ഈ ഒരു പൊസിഷനാണ്. അതുകൊണ്ട് ബോത്ത് ആർ മീറ്റിംഗ് അറ്റ് എ ടൈം 3 സെക്കൻഡ്. 3 സെക്കൻഡ് ആവുന്ന സമയത്താണ് രണ്ട് പേരും മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, ശരിക്കും ശ്രദ്ധിക്കണം. അടുത്തത് വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബിലോ. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്ലോപ്പാണ്. എന്താ റെപ്രസെൻറ്റ് ചെയ്യുന്നത്? യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പോൾ ഇതെന്തിന് എക്സാമ്പിൾ? ഇതേതാണ് ഗ്രാഫ്? യൂണിഫോം ആക്സിലറേഷൻ. ഡിറൈവ് റിലേഷൻ കണക്റ്റിംഗ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം ഫോർ ദിസ് ടൈപ്പ് ഓഫ് മോഷൻ. ഈ ടൈപ്പ് ഓഫ് മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ്, അപ്പോൾ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ S=v0t + ½AT². ഇവിടെ v0 0 ആണെങ്കിൽ ½ മാത്രമേ ഉണ്ടാവും. ഇത് ഡിറൈവ് ചെയ്യാൻ തൊട്ടുമുമ്പ് നമ്മൾ ഡിറൈവ് ചെയ്തല്ലോ. ദ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്. അപ്പോൾ ശ്രദ്ധിച്ചോ, വെലോസിറ്റിയും സ്പീഡും നമ്മൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ വെലോസിറ്റി ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്, സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. ഇവിടെ എപ്പോഴും ഒന്നുകിൽ വെലോസിറ്റി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്പീഡ് എന്നാണ്. സ്പീഡിനേക്കാൾ കുറവായിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ വെലോസിറ്റി ബൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. വെലോസിറ്റി ബൈ സ്പീഡ് എന്താണ്? വെലോസിറ്റി ബൈ സ്പീഡ് എടുക്കുകയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഒന്നുകിൽ വെലോസിറ്റി രണ്ടും ഈക്വൽ ആകുമ്പോൾ ഈക്വൽ ആവും, അതായത് വെലോസിറ്റി സ്പീഡും ഈക്വൽ ആകുമ്പോൾ 1 ആയിട്ട് മാറും. അതല്ലെങ്കിൽ സ്പീഡ് കൂടുതലും വെലോസിറ്റി കുറവായിരിക്കും. ന്യൂമറേറ്റർ കുറഞ്ഞാൽ ലെസ് ദാൻ 1 ആണല്ലോ. അപ്പോൾ ഇതാണ് ആൻസർ. ഇതർ ലെസ് ദാൻ 1 ഓർ ഈക്വൽ ടു 1. ഇനി നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 54 km/h ഈസ് ബ്രോട്ട് ടു റെസ്റ്റ് ഇൻ 90 സെക്കൻഡ്. 90 സെക്കൻഡ് കൊണ്ട് റെസ്റ്റിലായിട്ട് മാറി. ഫൈൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദി കാർ ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ് തന്നത്? ആദ്യം ഫൈനൽ റെസ്റ്റിലായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ v0 ആണ്. യു എത്ര എന്നത്? u = 54 km/h. അതിന് മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാം. × 5/80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കട്ട് ചെയ്താൽ 3, അപ്പം 15 m/s. പിന്നെന്താണത്? ടൈം 90 സെക്കൻഡ് തന്നിട്ടുണ്ട്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻറ്റ് S=ut + ½ ആണ്. അപ്പോൾ ആദ്യം എ കാണണം. A = v - u/t ആണല്ലോ. v എത്രയാ? 0 - u എത്രയാ? 15/t 90. ദാറ്റ് ഈസ് ഈക്വൽ ടു -1/6 m/s². ഈ നെഗറ്റീവ് കാണിക്കുന്നത് എന്താ? ഇതിൻ്റെ സ്പീഡ് ഇങ്ങനെ കുറഞ്ഞു വരും, നല്ല റെസ്റ്റിലാവുള്ളൂ. ബ്രേക്ക് അപ്ലൈ ചെയ്താൽ സ്പീഡ് കുറയല്ലേ ചെയ്യാം. അതുകൊണ്ട് -1/6 കിട്ടിയത്. അപ്പോൾ നമുക്ക് S = ut + ½ AT². u എത്രയാണത്? u = 15. ടൈം എത്രയാണത്? 90 + ½ × a എത്രയാ? -1/6 × t². t² 90², 90 × 90. ഇത് കട്ട് ചെയ്താൽ 15, ഇത് കട്ട് ചെയ്താൽ 45. അപ്പോൾ നമുക്ക് 15 × 90
1350 പ്ലസിന് മൈനസ് മൈനസ് 45 × 15 10 45 480 225 675. അപ്പോൾ നമുക്ക് എഴുതാം 1350 മൈനസ് 675 675 മീറ്റർ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചെയ്തത് ശ്രദ്ധിച്ച് നോക്കണം. ആദ്യം ഞാൻ ആക്സിലേഷൻ കണ്ടുപിടിച്ചു. ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു v മൈനസ് u ബൈ ടി ആണ്. ഇവിടെ ഫൈനൽ റെസ്റ്റിലായതുകൊണ്ട് v ഈസ് ഈക്വൽ ടു 0. u എത്രയാണെന്നത് 54. അതിനെ മാറ്റുന്ന സമയത്ത് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ ഇൻറ്റു 5/18 ചെയ്താൽ നമുക്ക് 15 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഓക്കെ, ഇനി അടുത്ത ശ്രദ്ധിച്ച് നോക്ക്. പൊസിഷൻ ഓഫ് an object moving along x axis is given by x is equal to a plus bt square. A 8.5, b 2.5. T is measured in second. What is the velocity at t is equal to 0 and t is equal to 2? What is the average velocity between t is equal to 2 and t is equal to 4? അപ്പോൾ t is equal to 0 ആവുന്ന സമയത്തും t is equal to 2 സെക്കൻഡ് ആകുമ്പം ഇൻസ്റ്റന്റനിയസ് വെലോസിറ്റിയാണ് കണ്ടത്. ഇൻസ്റ്റന്റനിയസ് വെലോസിറ്റി കാണാൻ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് x is equal to a എന്താ 8.5 പ്ലസ് b എന്താ 2.5 t സ്ക്വയർ. ഇവിടെ നമുക്ക് വെലോസിറ്റി ഇൻസ്റ്റൻസ് വെലോസിറ്റി ആണ് dx/dt ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് ചെയ്യാം d/dt ഓഫ് 8.5 പ്ലസ് 2.5 t സ്ക്വയർ എന്നാണ്. ഇത് ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്താൽ d/dt ഓഫ് 8.5 ഈ 8.5 ടൈമിനനുസരിച്ച് മാറില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആയിപ്പോയി. പ്ലസ് 2.5 ഇൻറ്റു d/dt ഓഫ് ടി സ്ക്വയർ. ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. d/dt ഓഫ് ടി റൈസ് ടു n ഈസ് ഈക്വൽ ടു nt റൈസ് ടു n മൈനസ് 1. എന്താണ് d/dt ഓഫ് ടി റൈസ് ടു n ഈസ് ഈക്വൽ ടു nt റൈസ് ടു n മൈനസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് 2.5 ഇൻറ്റു ടി റൈസ് ടു n, എൻ്റെ സ്ഥാനത്ത് 2 അല്ല ഉള്ളത്. അപ്പോൾ 2 ടി റൈസ് ടു 2 മൈനസ് 1. അപ്പോൾ നമുക്ക് എത്ര ടി 0 പ്ലസ് 2.5 ടു 5t കിട്ടി. അപ്പോൾ എന്താ ചോദിച്ചത് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ല വെലോസിറ്റി 5t എന്ന് കിട്ടി. അപ്പോൾ ആദ്യം t 0 ആകുമ്പം വെൻ t ഈസ് ഈക്വൽ ടു 0 t 0 ആണെങ്കിൽ വെലോസിറ്റി v ഈസ് ഈക്വൽ എത്രയാണ് 5 ഇൻറ്റു 0 ഈക്വൽ ടു 0. വെലോസിറ്റി 0 ആയിട്ട് മാറി. ഇനി ടൈം 2 സെക്കൻഡ് ആകുമ്പോൾ ടൈം 2 സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ 2 എടുത്താൽ v ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ 2 സെക്കൻഡ് ആകുമ്പോൾ എത്ര കിട്ടി 10 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഇനി എന്തുകൂടി കാണാനുണ്ട്. വാട്ട് ഈസ് ദ ആവറേജ് വെലോസിറ്റി ബിറ്റ്വീൻ ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് 4 സെക്കൻഡ്. ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം അല്ലേ. അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ബൈ ടൈം. ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ടി എത്രയാണ് 4. ടി 4 ആണെങ്കിൽ നോക്കിയേ 8.5 പ്ലസ് ഇവിടെ ടീനെ സ്ഥാനത്ത് 4 കൊടുത്താൽ 4 സ്ക്വയർ 16. 2.5 ഇൻറ്റു 16 40. 40 പ്ലസ് 8.5 48.5 മൈനസ് 2 ആണ്. 2 ആകുമ്പം 2 സ്ക്വയർ 4 ഇൻറ്റു 2.5 10. 10 പ്ലസ് 8.5 18.5 ബൈ ടൈം എത്രയാ 2. അപ്പോൾ 48.18 30/2 ദാറ്റ് ഈസ് ഈക്വൽ നമുക്ക് എഴുതാം 15 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ 15 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആവറേജ് വെലോസിറ്റി. അതെങ്ങനെ കണ്ടുപിടിച്ചത് ഫൈനൽ പൊസിഷൻ കണ്ടുപിടിച്ചു. ഫൈനൽ പൊസിഷൻ കാണാൻ വേണ്ടിയിട്ട് ടിക്ക് 4 കൊടുത്തു. അപ്പോൾ എന്താ പറയുക ഫൈനൽ പൊസിഷൻ ആണെങ്കിൽ 8.5 പ്ലസ് 2.5 ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ 16 ആണ്. 16 2.5 എന്ന് പറഞ്ഞാൽ 40 പ്ലസ് 8.5 അപ്പോൾ 48.5 കിട്ടി. അതാണ് ഫൈനൽ പൊസിഷൻ. ഇനീഷ്യൽ പൊസിഷൻ ടി 2 കൊടുത്തു. അപ്പോൾ എത്ര കിട്ടി 18.5. സോ വി ഗെറ്റ് 15 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലുക്ക് അറ്റ് ദ ഗ്രാഫ് കെയർഫുള്ളി ആൻഡ് സ്റ്റേറ്റ് വിത്ത് ദ റീസൺസ് വിച്ച് ഓഫ് ദീസ് കനോട്ട് പോസിബിളി റെപ്രസെൻറ്റ് വൺ ഡയമെൻഷണൽ മോഷൻ. ഇതിലുള്ള ഗ്രാഫ് ഫസ്റ്റ് ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ പൊസിഷനും ഇത് ടൈമും. നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈം എടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി ഒരു ടൈം എടുത്തു. ഈ ഒരു ടൈം എടുത്താൽ ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ 2 പൊസിഷനില്ലേ ഒരേ ടൈമിൽ 2 പൊസിഷൻ പോസിബിൾ ആണോ? ഒരേ ടൈമിൽ 2 പൊസിഷൻ പോസിബിൾ അല്ലല്ലോ. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇത് പോസിബിൾ അല്ല. ഇവിടെ നോക്കി ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഏതെങ്കിലും ഒരു ടൈം എടുക്കുകയാണെങ്കിൽ ഈ ടൈമിൽ വെലോസിറ്റി നോക്കി ഇവിടെ പോസിറ്റീവാണ്. അതേപോലെ ഇവിടെ എന്താണ് ഒരു ടൈം എടുക്കുകയാണെങ്കിൽ ഇവിടെ വെലോസിറ്റി നെഗറ്റീവാണ്. ഒരേ സമയത്ത് പോസിറ്റീവ് വെലോസിറ്റി നെഗറ്റീവ് വെലോസിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ടും ഇതെന്താണ് ഇതും റെപ്രസെൻ്റ് ചെയ്യൂല.
ഇവിടെ സ്പീഡ് നെഗറ്റീവ് ആവുന്നു. സ്പീഡ് ഒരിക്കലും നെഗറ്റീവ് ആവില്ലല്ലോ. നമ്മുടെ കാറിൽ പോവുകയാണെങ്കിൽ അത് റിവേഴ്സ് ഗിയറിലാണെങ്കിലും സ്പീഡ് നെഗറ്റീവ് ആവില്ലല്ലോ. ഇത് നെഗറ്റീവ് സ്പീഡ് കാണിക്കുന്നു. അതുകൊണ്ട് ഇതും എന്ത് റെപ്രസെൻറ്റ് ചെയ്യൂല? വൺ ഡയമെൻഷണൽ മോഷൻ റെപ്രസെൻറ്റ് ചെയ്യൂല, ഇമ്പോസിബിൾ ആണ്. പിന്നെ ഇവിടെയോ ഇതിൽ പാത്ത് ലെങ്ത് ഡിക്രീസസ് വിത്ത് ടൈം. ആദ്യമായിട്ട് പാത്ത് ലെങ്ത് കൂടി, പിന്നെ ടൈം കൂടുമ്പോൾ പാത്ത് ലെങ്ത് കുറയുന്നു. പാത്ത് ലെങ്ത് ഒരിക്കലും കുറയില്ലല്ലോ. നിങ്ങൾ ബസ് മുന്നോട്ട് പോയാൽ, കാറ് മുന്നോട്ട് പോയി പിന്നെ തിരിച്ചു വന്നാലും പാത്ത് ലെങ്ത് കുറയുന്നില്ലല്ലോ. പാത്ത് ലെങ്ത് നെവർ ഡിക്രീസസ് ആണ്. പാത്ത് ലെങ്ത് ഒരിക്കലും കുറയൂല. അപ്പോൾ പാത്ത് ലെങ്ത് കുറയില്ലെങ്കിൽ എല്ലാ സമയത്തും പാത്ത് ലെങ്ത് കുറയുന്നില്ല. അപ്പോൾ ഡിസ്റ്റൻസ് നെവർ ഡിക്രീസസ്. ബട്ട് ഗ്രാഫ് ഷോസ് ദാറ്റ് പാത്ത് ലെങ്ത് ഡിക്രീസസ് വിത്ത് ടൈം. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇതും പോസിബിൾ അല്ല. അതായത് ഈ 4 ഗ്രാഫും എന്താ റെപ്രസെൻറ്റ് ചെയ്യൂല? മോഷൻ എ സ്ട്രൈറ്റ് ലൈന് റെപ്രസെൻറ്റ് ചെയ്യില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നമുക്ക് 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ? പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് യൂണിഫോം മോഷൻ ഈസ്. നോക്കിയേ, ആരുടേതാണ്? പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് ആൻ ഒബ്ജക്റ്റ് യൂണിഫോം മോഷൻ. യൂണിഫോം മോഷനാണ് നമ്മൾ എന്താ വിളിച്ചത്? യൂണിഫോം മോഷനിൽ എന്ത് സെയിം ആണ്? യൂണിഫോം മോഷനിൽ ഡിസ്പ്ലേസ്മെൻറ്റ് സെയിം ആണ്. ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ അതാണ് എന്ത് വിളിച്ചത്? യൂണിഫോം മോഷൻ. അപ്പോൾ യൂണിഫോം മോഷൻ ആണെങ്കിൽ നമ്മൾ ഗ്രാഫ് വരച്ച് ഇങ്ങനെ ഓർക്കുന്നുണ്ടോ? ഏത് ഗ്രാഫ്? ആ പൊസിഷൻ ടൈം ഗ്രാഫ്. പൊസിഷൻ ടൈം ഗ്രാഫ് ആണെങ്കിൽ എന്താ? സ്ട്രേറ്റ് ലൈൻ വിത്ത് എ കോൺസ്റ്റന്റ് സ്ലോപ്പ്. സ്ട്രേറ്റ് ലൈൻ പാരലൽ എക്സ് ആക്സിസ് ആണ്. ഇത് സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ്. സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു പൊസിഷൻ ആക്സിസ് ആണ്. സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദി ടൈം ആക്സിസ്. ഇതല്ലേ കറക്റ്റ് ആൻസർ? പരാബോള ആണെങ്കിൽ ഏതാ? യൂണിഫോം ആക്സിലറേഷൻ. ക്ലിയർ ആണോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ പോകാം നമുക്ക്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പാർട്ടിക്കിൾ ഈസ് മൂവിങ് അലോങ് എക്സ് ആക്സിസ് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ ഡിസ്പ്ലേസ്മെന്റ് ബൈ ഡ്രോയിങ് വെലോസിറ്റി ടൈം ഗ്രാഫ്. നമ്മൾ നേരത്തെ വരച്ചില്ലായിരുന്നോ? അതായത് യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഗ്രാഫ് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരുന്നു. ഒരു സ്ട്രെയിറ്റ് ലൈൻ വിത്ത് കോൺസ്റ്റന്റ് സ്ലോപ്പാണ്. അപ്പോൾ കോൺസ്റ്റന്റ് സ്ലോപ്പ് ആണെങ്കിൽ ഇവിടെ വെലോസിറ്റി, ഇത് ടൈമാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് നമ്മൾ എന്താ കണ്ടുപിടിക്കുക? എക്സ്പ്രഷൻ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് ഏരിയ കണ്ടുപിടിച്ചാൽ നേരത്തെ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ് V0t + ½AT². നേരത്തെ ചെയ്തില്ലായിരുന്നോ? ഇതാണ് ഡിറൈവ് ചെയ്യാൻ വന്നത്. പിന്നെയോ, എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്പോർഡ് വിത്ത് എ വെലോസിറ്റി 20 m/s ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ ഹൈറ്റ് 25 m ഫ്രം ദി ഗ്രൗണ്ട്. ഹൗ ലോങ് ഡസ് ഇറ്റ് റിമെയിൻ ഇൻ എയർ? എത്ര സമയമാണ് ഇത് എയറിൽ ഉണ്ടാവുക എന്നുള്ള അറിയേണ്ടത്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു ബിൽഡിങ്ങിന് മേലെ നിന്ന് ഒരു സ്റ്റോൺ മേലേക്ക് ത്രോ ചെയ്താൽ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റെപ്രസെൻറ്റ് G ആണ്. മേലേക്ക് പോകുമ്പോൾ സ്പീഡ് കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ -9.8 എടുക്കുക. താഴേക്ക് വരുമ്പോൾ സ്പീഡ് കൂടി വരുന്ന സമയത്ത് +9.8 ആണ്. ഇവിടെ ചോദിച്ചെന്താ? ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ് വിത്ത് വെലോസിറ്റി 20. അപ്പോൾ 20 m/s വെലോസിറ്റിയിൽ മേലേക്ക് ത്രോ ചെയ്തു. 25 മീറ്റർ ഹൈറ്റുള്ള ടവറാണ്. ഹൗ ലോങ് ഡസ് ഇറ്റ് റിമെയിൻ ഇൻ എയർ? എത്ര സമയം ഇത് എയറിൽ നിൽക്കും? ജിയുടെ വാല്യൂ 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ S=ut + ½ അല്ലേ? ഈ ബോഡി ഇനീഷ്യലി മേലേക്ക് ത്രോ ചെയ്തത്, ഫൈനൽ പൊസിഷൻ താഴെയാണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് എത്ര എടുക്കാം? ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആദ്യം മേലേക്ക് മൂവ് ചെയ്തു, ഫൈനൽ പൊസിഷൻ താഴെ ആയതുകൊണ്ട് -25 ഈക്വൽ ടു ഇനീഷ്യൽ ത്രോ ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? V0 ഈക്വൽ ടു ഇവിടെ തന്നിട്ടുണ്ട് 20. അപ്പോൾ 20 ഇൻറ്റു ടൈം നമുക്ക് അറിയില്ല, ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. 20t + ½ ഇൻറ്റു എൻ്റെ സ്ഥാനത്ത് നമ്മൾ -10 കൊടുക്കാം. എന്തേ -10 എടുത്തത്? ആദ്യം ത്രോ ചെയ്യും മേലൊക്കെ -10t². അപ്പോൾ ഇത് ചെയ്താൽ -25 ഈക്വൽ ടു 20t പ്ലസ് ഇൻറ്റു -5t². 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് സൈഡ് മാറ്റിയും ചെയ്താൽ എന്താ കിട്ടുക? t² + 4t = 5. അപ്പോൾ t² + 4t = 5 ആണെങ്കിൽ ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ t² + 4t - 5 = 0. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ -5 കിട്ടണം, ആഡ് ചെയ്താൽ +4 കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണത്? 5 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -5 ആണ്. 5 - 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. കറക്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്കിത് എഴുതാം t ഏതൊക്കെയാണ്? t² + 4t - 5 അല്ലേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് റീഅറേഞ്ച് ചെയ്താൽ ശ്രദ്ധിക്കുക, ഇവിടെ
ശ്രദ്ധിച്ചു. ഇവിടെ നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ -5 ഈക്വൽ ടു 40 മൈനസ് ടി സ്ക്വയർ. ഇതിനെ സൈഡ് കൂടെ മാറ്റിയാൽ ടി സ്ക്വയർ -40 മൈനസ് 5 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ ആഡ് ചെയ്താൽ -4 കിട്ടണം. അപ്പോൾ -5 + 1 എന്ന് പറഞ്ഞാൽ -4 കിട്ടും. അതേപോലെ -5 ഇൻറ്റു +1 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? -5 കിട്ടും. അപ്പോൾ ഇത് നമുക്ക് എന്ത് എഴുതാം? t-5 ഇൻറ്റു t + 1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ ഒന്നുകിൽ t-5 0 ആണ്, അല്ലെങ്കിൽ t + 1 0 ആണ്. t-5 0 ആണെങ്കിൽ നമുക്ക് എഴുതാം t-5 0 ആണെങ്കിൽ t ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എത്രയാണ്? 5 സെക്കൻഡിന് ശേഷം ഇതെന്ത് ചെയ്യും? ഇത് കറക്റ്റായിട്ട് താഴെ എത്തും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഇക്വേഷൻ SCCUT + ½ t². ഇവിടെ എന്തുകൊണ്ട് നെഗറ്റീവ് എടുത്തു? ഇത് ആദ്യം മേലേക്ക് ത്രോ ചെയ്തു, ഇത് പോയി വീഴുന്ന താഴെ ആയതുകൊണ്ടാണ് നെഗറ്റീവ് എടുത്തത്. -25. ഓക്കെ, പിന്നെയോ ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ്. പിന്നെ ആക്സിലേഷൻ -10 കാരണം ഇനീഷ്യൽ മേലേക്ക് ത്രോ ചെയ്യുന്നത്. അപ്പോൾ മേലേക്ക് ത്രോ ചെയ്യുമ്പോൾ സ്പീഡ് കുറഞ്ഞു വരുന്നു, അതുകൊണ്ടാണ് -10 എടുത്തത്. ഓക്കെ, ഇനി നോക്കിയേ, ആക്സിലേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ഇസ് ഇറ്റ് പോസിബിൾ ഫോർ എ ബോഡി ഹാവ് ആക്സിലേഷൻ വിത്തൗട്ട് വെലോസിറ്റി? അപ്പം വെലോസിറ്റി ഇല്ലാതെ ആക്സിലേഷൻ ഉണ്ടാവുമോ? ഉണ്ടാവും. എപ്പോഴും ഒരു ബോഡി ഞാൻ ഇവിടെ നിങ്ങൾ ത്രോ ചെയ്തു, മേലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് മേലേക്ക് പോകുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് ഹയസ്റ്റ് പോയിന്റ് വെലോസിറ്റി 0 ആയിട്ട് മാറുന്നു. അങ്ങനെ വെലോസിറ്റി 0 ആയിട്ട് മാറിക്കഴിഞ്ഞാലും ഇവിടുത്തെ ആക്സിലേഷൻ ഉണ്ട്. ഏത് ആക്സിലേഷൻ? ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഹയസ്റ്റ് പോയിന്റ് ഓഫ് ദി മോഷൻ, ഒരു ബോഡി ത്രോ ചെയ്ത് ഹയസ്റ്റ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഹയസ്റ്റ് പോയിന്റിൽ എന്തായിരിക്കും? ഹയസ്റ്റ് പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഹയസ്റ്റ് പോയിന്റിൽ വെലോസിറ്റി 0 ആണ്. ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ A is equal to G. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ? 1 by 1 ആയിട്ട് ആദ്യമായിട്ട് സ്പീഡ് പറഞ്ഞു, അതേപോലെ ഡിസ്റ്റൻസ് പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞു, പിന്നെ വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഗ്രാഫ് ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ പലതവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉണ്ട്, പിന്നെയോ അതിനുശേഷമായിട്ട് കുറച്ച് പ്രോബ്ലംസും. ഇതെല്ലാം ശ്രദ്ധിക്കാം. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. നമുക്ക് ഈ ഭാഗം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിന് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ്, റിലേറ്റീവ് വെലോസിറ്റി എല്ലാം നമുക്ക് ഡിലീറ്റഡ് പോർഷൻസ് ആണ്. അതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.